നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഇത് കൊടുത്താൽ മതി. അച്ഛാ, മെന്റൽ സ്ട്രെസ്സാണ് റീസൺ. ECGയിൽ വേരിയേഷൻ ഒന്നുമില്ല. എങ്കിലും എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അമ്മ അറിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാ ഇനി ഇങ്ങനെ ആയിരിക്കില്ല ഹൃദയം പ്രതികരിക്കുന്നത്. സൂക്ഷിക്കണം. എന്തായാലും മയക്കം വിട്ടുണരട്ടെ. എന്നിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഡോക്ടർ. മാപ്പ് കൊടുക്കാനോ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനോ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ ഒന്നുമല്ല. പക്ഷേ അവളെ എനിക്ക് കിട്ടണം. ആ മൈഥിലിയെ. സർ, എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ അവളെ കണ്ടെത്തണം. പിടികൂടി എന്റെ മുന്നിൽ കൊണ്ടുവരണം. ഓക്കെ സർ. ഇല്ലെങ്കിൽ വിവരം അറിയിച്ച ഞാൻ അവിടെ എത്താം. ഓക്കെ സർ. സർ സർ ഇത് ഒഫീഷ്യൽ അല്ല, വ്യക്തിപരമാണ്. നിങ്ങൾ ഈ ഉപകാരം എനിക്ക് ചെയ്തു തരില്ലേ? അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നേ? സാറിനെ ഈ അവസ്ഥയെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് മനുഷ്യരാ സാർ? നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കുക. സാർ ധൈര്യമായിട്ടിരിക്കുക. ആ കാര്യം ഞങ്ങൾ ഏറ്റു. താങ്ക് യു. കാർത്തി, നിന്നെ ഉപേക്ഷിച്ച് പോയവളെ നീ എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? നിന്നെ വേണ്ടാന്ന് വെച്ചല്ലേ അവള് പോയത്. അത് ആരുടെയും പ്രേരണ കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കൊച്ചുകുട്ടിയാണോ അവൾ പ്രേരണയിൽ വീഴാൻ? അവളും അവനും തമ്മിൽ പ്രണയമായിരുന്നു. അതാ അതിന്റെ വാസ്തവം. നിന്നെപ്പോലെ അറിവും വിവേകവും കഴിവും കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ച് അവിടെ പോകണമെങ്കിൽ അത് പ്രേമം തന്നെ. പ്രേമം. അങ്ങനെ ഉറക്കത്തിൽ പോലും നിന്നെ വഞ്ചിച്ചിട്ട് പോയ ഒരു പെണ്ണിനെ നീ എന്തിനു അന്വേഷിക്കുന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാനും നീ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. കാരണം ഞാൻ അച്ഛനും നീ മകനുമാണ്. എടാ, നിന്നെ അപമാനിച്ചിട്ട് കടന്നു പോയവളാവൾ. അവളെ നീ ഇനി നിന്റെ ജീവിതത്തിൽ കാണരുതെന്ന് എൻ്റെ അഭിപ്രായം. കാണാൻ ശ്രമിച്ച അത് മറ്റൊരു നാണക്കേടാവും. അവളെ ഞാൻ അന്വേഷിക്കുന്ന എന്തിനാണെന്ന് അച്ഛൻ ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ എത്ര മരുന്നുകൾ പുരട്ടിയാലും അവളെ ഏൽപ്പിച്ച നാണക്കേടിന്റെ മുറിവ് ഉണങ്ങില്ല. അതുകൊണ്ട് അവളെ എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. ഒരു ദിവസമല്ല, ഒരാഴ്ചയുമല്ല, മാസങ്ങളോളം മനസ്സിൽ മറ്റൊരാളെ പ്രതിഷ്ഠിച്ച് എന്നെ വഞ്ചിച്ചവളവള്. ഒരാണിന്റെ പ്രതികാരം എന്താണെന്ന് അവൾ അറിയണം.
അത് ഞാൻ അവൾക്ക് അറിയിച്ചു കൊടുക്കും. മോനെ കാർത്തി, ജഗദീഷേട്ടാ, ടെൻഷനിലാണോ? അല്ലടി, ഞാൻ വലിയ ഹാപ്പിയില്ല. ഐ ആം വെരി വെരി ഹാപ്പി. എന്താ മതിയോ? എന്റെ അമ്മ അകത്ത് ഐസിയു കിടപ്പില്ല. അപ്പൊ അവളുടെ ഒരു ചോദ്യം, ടെൻഷനാണോ? നിനക്കവര് ആ ജന്മ ശത്രുവായിരിക്കും. പക്ഷേ എനിക്ക് അവരെന്റെ കാണപ്പെട്ട ദൈവമാ. കാണപ്പെട്ട ദൈവം. ചെമ്പകമംഗലത്തെ അമ്മ എനിക്കും കാണപ്പെട്ട ദൈവോ? എനിക്കറിയാവടി നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്. മറിച്ചെങ്ങാനും നീ പറഞ്ഞ എന്റെ കൈത്തിരിപ്പ് നിന്റെ പെടലിക്കായിരിക്കുന്ന നിനക്ക് നന്നായിട്ട് അറിയാം. അത് പേടിച്ചില്ലടി നീ പറഞ്ഞത് എന്റെ അമ്മ കാണപ്പെട്ട ദൈവമാന്ന്. അയ്യോ, അങ്ങനെയല്ല. മിണ്ടരുത് നീ. എന്റെ മുന്നിലെ അഭ്യാസമോ തരികിട ഇറക്കിയാ നീ വിവരം അറിയും. ജഗദീഷേട്ടാ, ഭാര്യയെ അടക്കി ഭരിക്കുന്ന ഭർത്താവൊന്നും അല്ല ഞാൻ. പക്ഷേ ഭാര്യ നേരും നെറിവുള്ളവളായിരിക്കണം. ഞാൻ എന്ത് നെറുകേട് കാണിച്ചു ജഗദീഷേട്ടാ? എടി, നാടകം വേണ്ട, നാടകം വേണ്ട. പ്രത്യേകിച്ചും മാട്ട നാടകം ഒട്ടും വേണ്ട. ഞാൻ നേരെ വാ നേരെ പോകുന്ന ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാ മനുഷ്യനാ. അമ്മ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഭാര്യയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീ സത്യസന്ധതയുള്ളവളായിരുന്നെങ്കിൽ, സ്വന്തം കുടുംബത്തോട് സ്നേഹമുള്ളവളായിരുന്നെങ്കിൽ എന്റെ അമ്മ ഹൃദയം തകർന്ന് ഹോസ്പിറ്റൽ ഐസിയു കിടക്കില്ലായിരുന്നു. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തു ജഗദീഷേട്ടാ? നീ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അത് ഞാൻ നീ നിന്റെ ആങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ കുടുംബം തകർത്തു. ജോലിയും കൂലിയുമില്ലാത്ത മരങ്ങോടന് വിളയാടാൻ നീ അവസരങ്ങൾ ഒരുക്കി. ഇല്ല. എന്റെ കുടുംബത്തിൽ തേരാപ്പാര നടന്ന് അവൻ പ്രശ്നങ്ങളുണ്ടാക്കി. അവൻ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യുന്ന ഞാൻ കരുതിയില്ല ജഗദീഷേട്ടാ. അവനും മൈഥിലിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെന്ന് നീ അല്പം മുമ്പ് എന്നോട് പറഞ്ഞു. അവര് തമ്മിൽ അടുപ്പുണ്ടായിരുന്നത് പണ്ടാ. അവര് പണ്ടേ കാമുകന്മാരായിരുന്നെങ്കിലേ എന്തിന് നീ അവനെ ചെമ്പകമംഗലത്ത് കയറ്റി താമസിപ്പിച്ചു? എന്തിന് നീ അവർ തമ്മിലുള്ള ബന്ധം എന്നിന്ന് മറച്ചു വെച്ചു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.